നമസ്കാരം. ഇന്ന് ഞാൻ പച്ചക്ക് പറയുന്നത് വളരെ ഗൗരവപൂർവം കക്ഷി രാഷ്ട്രീയവും വർഗീയതയും വലിപ്പ ചെറുപ്പവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അനുഭവം ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ കൃത്യമായി പറയുന്നത് ദയവായി നിങ്ങളൊന്ന് കേൾക്കണം. പ്രത്യേകിച്ചും വീട്ടിലിരിക്കുന്ന അമ്മമാർ, വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, യുവാക്കൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയുടെ മൊത്തം കാര്യം പറയുന്നതിനു മുമ്പ് എനിക്ക് എന്റെ കേരളത്തെക്കുറിച്ച്, മലയാളികളുടെ അഭിമാനമായ കേരളത്തിന്റെ സംസ്കാരവും സാക്ഷരതയുമെല്ലാം എവിടെ പോയി മക്കളെ? നമുക്ക് ഒന്നേന്നെടുക്കാം. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ പ്രധാനമായിട്ട് നടന്നിരിക്കുന്നത് വയനാടത്തെ ഉരുൾപൊട്ടൽ, വയനാടിലെ പ്രളയക്കെടുതി, ദുരന്തം, അതാണല്ലോ നമ്മളെല്ലാം വേദനിപ്പിക്കുന്നത്. ഇപ്പോൾ ഒന്ന് ശാന്തമായിരിക്കുന്നു. ആദ്യം വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ. അവരുടെ കുടുംബത്തിന്റെ സങ്കടത്തോടൊപ്പം ഞങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും മറ്റ് മേലധികാരികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഉരുൾപൊട്ടൽ തീർച്ചയായും ആ ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് വലിയ മഴ കാരണമാണ്. പക്ഷെ മഴ മാത്രമാണോ കാരണം? പെട്ടെന്നുണ്ടായ മഴയുടെ വർധനവ് മാത്രമാണോ എന്ന് നിങ്ങൾ അന്വേഷണം നടത്തണം. ഈ ചൂരൽമലയിൽ നടന്ന ദുരന്തത്തിൽ എത്ര കോറികളുണ്ട്, എത്ര അനധികൃത റിസോർട്ടുകളുണ്ട്, എന്തെല്ലാം തെറ്റായ നിർമ്മാണങ്ങളുണ്ട്. ആരാണ് ഇതിന് ലൈസൻസ് കൊടുത്തത്? റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെയും പഞ്ചായത്തിന്റെയും കളക്ടറേറ്റിലെയും മറ്റ് ആരൊക്കെ ഇതിന് മാമാപ്പണി ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ സ്വത്ത് കണ്ടുകെട്ടിക്കൊണ്ട് അവരെ ജയിലിലടച്ചാൽ മാത്രമേ ഇങ്ങനത്തെ ദുരന്തങ്ങൾ ഇല്ലാതാവൂ. അപ്പോൾ പല ദുരന്തങ്ങളും കുറച്ച് പ്രകൃതിയും കുറച്ച് നമ്മളും ചേർന്നാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞിങ്ങനെ കിടക്കുന്നത് മഴയല്ല മക്കളെ, അഴിമതിയാണ്. നല്ല രീതിയിൽ റോഡ് പണിതാൽ മഴയത്ത് പോവില്ല. അങ്ങനെയുണ്ടെങ്കിൽ വർഷത്തിൽ 8 മാസം 9 മാസം മഴ പെയ്യുന്ന സിംഗപ്പൂർ റോഡ് ഉണ്ടാവും. നമ്മൾ സിംഗപ്പൂർക്കൊന്നും പോകണ്ട. കേരളത്തിൽ എന്തുകൊണ്ടാണ് മഴ പെയ്യുമ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടും കൊച്ചി സീപോർട്ടിലെ, അതായത് വില്ലിംഗ്ടൺ ഐലൻഡിലെ സെൻട്രൽ ഗവൺമെന്റ് വഴിയുന്ന പോർട്ടിന്റെ റോഡുകൾ എന്തേ പോവാത്ത? അവിടെ മഴ പെയ്യണില്ലേ? അല്ലെ അവിടെ എല്ലാവരും കൊട പിടിച്ച് നിൽക്കുകയാണ്? അഴിമതിയാണ് കേരളത്തിന്റെയും ഭാരതത്തിന്റെയും ദുരന്തം. അഴിമതിയാണ്, കൈക്കൂലിയാണ്, കമ്മീഷനാണ് മക്കളെ നമ്മളെല്ലാം കേരളത്തിൽ നിന്നും ഈ നാട്ടിൽ നിന്നും പുറത്തോട്ട് പോകുവാൻ. ഇന്ത്യ എന്ന ഒരു സുന്ദരമായ രാജ്യം, ഭാരതം എന്ന ഏറ്റവും നല്ല രാജ്യം, ജനാധിപത്യത്തെ നശിപ്പിക്കുന്നത് അഴിമതിയാണ്, കൈക്കൂലിയാണ്. 1-2 വിഷയങ്ങൾ ഞാൻ ഇവിടെ എടുത്തെടുത്ത് പറയാം. ശ്രദ്ധിച്ചു കേട്ടോണം. ഇവിടെ എന്നെ ആര് തെറി പറഞ്ഞാലും എനിക്കൊരു വിഷയവും ഇല്ല. ജീവിതം ഓൾമോസ്റ്റ് മതിയായി വെറുത്തു. ഇവിടെ നടക്കുന്ന അഴിമതിയും അക്രമവും കണ്ട് വെറുത്തു, മടുത്തു. വയനാട് ദുരന്തത്തിൽ ഒരാളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് പൈസ കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, കഴിയുന്നതും നേരിട്ട് കൊടുക്കണം. ഇനി 1 ലക്ഷമോ 10,000മോ 10 ലക്ഷമോ ആരെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്താൽ അതിന് കണക്ക് വേണം. എവിടെ ചെലവാക്കിയെന്ന് വേണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. അതിന് എനിക്കെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ മുഖ്യമന്ത്രിയായിട്ടല്ല, പിണറായി വിജയൻ എന്ന ദുരന്ത സേനയുടെ ചെയർമാൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയർമാൻ ആണല്ലോ എന്റെ പരാതിക്കാരൻ. അപ്പൊ താങ്കൾക്കെതിരെ ഞാനും ഒരു വക്കീൽ നോട്ടീസ് അയക്കുകയാണ്. താങ്കൾക്കെതിരെ ഞാനും ഒരു കേസ് ഫയൽ ചെയ്യുകയാണ്. ഞാൻ പറയാത്ത കാര്യത്തിന് താങ്കൾ എനിക്കെതിരെ കേസെടുത്തതിന് മാനനഷ്ട കേസ്. അത് 101 രൂപ മതി, വലിയ പൈസയൊന്നും വേണ്ട. വെറും 101 രൂപക്ക് ഞാനും ഒരു കേസ് നടത്തുകയാണ്. ഞാൻ പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു, നിങ്ങൾ കഴിയുന്നതും നേരിട്ട് പണം കൊടുക്കുക. അല്ലെങ്കിൽ 1 ലക്ഷമോ 10,000മോ ഒക്കെ കൊടുത്താൽ അതിന്റെ കണക്ക് കിട്ടണം. കാരണം 2018 ഞാനും എന്റെ ഭാര്യയും പൈസ കൊടുത്തതാണ് പ്രളയത്തിൽ.
കോവിഡിൽ ഞാനും എന്റെ ഭാര്യയും പൈസ കൊടുത്തതാണ്. സുനാമിയിൽ കണ്ടമാനം പൈസ വന്നു. ഓക്കിയിൽ കണ്ടമാനം പൈസ വന്നു. 2018 കണ്ടമാനം അഴിമതി നടന്നത് നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ അറിയാം. ഇവിടുത്തെ പ്രധാന പത്രങ്ങളായ മനോരമയും മാതൃഭൂമിയും മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ പ്രളയ ദുരന്തത്തിൽ കൈയിട്ട് വാരിയത് കട്ടത്. ഈ കേസൊന്നും ഇവിടെ എത്തൂല. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ വായടപ്പിക്കാം, പോലീസ് 2-3 കേസെടുത്താൽ ഉടനെ പേടിച്ചു പോകുമെന്ന് പറഞ്ഞാൽ പോലീസ് ഞങ്ങളുടെ സഹോദരന്മാരാണ്. ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് നിങ്ങൾ യൂണിഫോം ഇട്ടുകൊണ്ട് നിങ്ങളെ ഹോം ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ പോലീസിനെ ഹോം ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കണത് എന്താ? എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരനോ അച്ഛനോ അമ്മയോ സഹോദരിയൊക്കെയാണ് ഈ പോലീസ്. പക്ഷെ ഇപ്പോൾ യൂണിഫോം ഇട്ടിട്ട് അതിൻ്റെ അകത്ത് രാഷ്ട്രീയം കലർത്തി കുറച്ച് കൈക്കൂലിയും ഗുണ്ടായിസവും ചെയ്യുന്ന ഒത്തിരി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരെ ഈ ചെറുവിരലുമ്മൽ നമ്മൾ നിർത്തും. അതാണ് ജനാധിപത്യം, അതാണ് ശക്തി. ഒരിക്കൽ കൂടി പറയുകയാണ്, നിയമലംഘനങ്ങൾക്കെതിരെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി രാജ്യത്തെ നിയമം തെറ്റിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്കെതിരെ എവനായാലും, അത് സിനിമാ നടനായാലും രാഷ്ട്രീയക്കാരനായാലും പ്രമുഖനും ഉന്നതനായാലും ഒരു സാധാരണക്കാരനായാലും പോലീസ് കേസെടുക്കണം. പക്ഷെ പോലീസ് ഉന്നതനെയും പ്രമുഖനെയും കാണുമ്പോൾ മുട്ടുകാല് വിറക്കരുത്, ആ യൂണിഫോമിന്മേൽ ചുളിവ് വീഴരുത്. കാരണം പ്രമുഖനും ഉന്നതനും വലിയ കാശുകാരൊക്കെ അല്ലെങ്കിൽ ചില ഗുണ്ടകളും പോലീസിന്റെ യൂണിഫോമിന്മേൽ പിടിക്കുമ്പോൾ ആ യൂണിഫോം ഞങ്ങളുടെ നികുതി പണമാണ്. പാവപ്പെട്ടവൻ അരിയും സോപ്പും വെളിച്ചെണ്ണയും പലവ്യഞ്ജനവും മേടിക്കുമ്പോൾ, മരുന്ന് മേടിക്കുമ്പോൾ, ആശുപത്രിയിൽ പോകുമ്പോൾ എന്തിലും കൊടുക്കുന്ന നികുതി പണമാണ് ഇവിടുത്തെ DGPയും സർക്കിൾ ഇൻസ്പെക്ടറും കമ്മീഷണറും കളക്ടറൊക്കെ യൂണിഫോം ഇട്ട് നടക്കുന്നത്. അവർ ശമ്പളം മേടിക്കുന്നത് നമ്മുടെ നികുതി പണമാണ്. അതുകൊണ്ട് ഞങ്ങളെ വിരട്ടരുത്. ഞങ്ങൾ ഭരണഘടന തെറ്റിച്ചാൽ, നമ്മൾ നിയമം തെറ്റിച്ചാൽ, നമ്മൾ വളരെ മോശമായ ജീവിതം നയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിടിക്കാൻ കക്കോ മോഷ്ടിക്കോ ചെയ്താൽ. പക്ഷേ ഇൻഡാസ് എന്ന് പറയും, ഇൻഡാസ് കാണിച്ച് ഭയപ്പെടുത്തരുത്. അതുകൊണ്ട് കേരള പോലീസ് വളരെ ശക്തിയുള്ള ആർജവമുള്ള നമ്പർ 1 പോലീസാണ് കേരള പോലീസ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കൂലിപ്പണിക്കാരാവരുത്. ഏതെങ്കിലും രാഷ്ട്രീയ തെമ്മാടികൾ, ഏതെങ്കിലും തെറ്റ് ചെയ്യുന്ന ഗുണ്ട നേതാക്കന്മാർ വിളിച്ചു പറയുമ്പോൾ ഞങ്ങളെ പോലുള്ളവർക്കെതിരെ കേസെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ജീവനിൽ ഭയമില്ല, പക്ഷെ തെറ്റ് ചെയ്താൽ ഭയപ്പെടും, പേടിക്കും, തലകുനിക്കും. പക്ഷെ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഈ തലകുനിക്കണമെങ്കിൽ കഴുത്തുമേന്ന് നിങ്ങൾ അരിഞ്ഞു മാറ്റേണ്ടി വരും. TPയെ കൊന്ന പോലെ 51 വെട്ടോ 52 വെട്ടോ വെട്ടേണ്ടി വരും. ഇനി ഞാൻ പറയാൻ പോകുന്നത് മുല്ലപ്പെരിയാറെ കുറിച്ചാണ്. മുല്ലപ്പെരിയാറിനെ കുറിച്ച് നമ്മൾ എന്തെല്ലാമാണ് കേൾക്കുന്നത്. മെട്രോമാൻ ശ്രീധരൻ പറയുന്നു രണ്ടാമതൊരു ഡാം പറ്റൂല, അത് ടണലിട്ട് വെള്ളം മാറ്റണം. അദ്ദേഹമാണ് ഞാൻ കണ്ടതിൽ ഇന്ത്യയിലെ ഒരു നമ്പർ 1 എഞ്ചിനീയർ. ഇനി അദ്ദേഹം ചില രാഷ്ട്രീയ പാർട്ടിക്ക് സ്വീകാര്യനല്ലെങ്കിൽ മെട്രോ ശ്രീധരൻ പറഞ്ഞത് കൂടാതെ എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള ഡാം സയന്റിസ്റ്റിനെയും ഡാം എഞ്ചിനീയറെയും കോൺട്രാക്ടറെയും കൊണ്ടൊന്ന് നിങ്ങളൊന്ന് പറയാത്തത്? അപ്പോൾ മുല്ലപ്പെരിയാർ ജനങ്ങളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് 4 ജില്ലക്കാർ ജീവിക്കുന്നു. ഇവിടെ ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. ഓഗസ്റ്റ് 15 എന്നെ തൊടുപുഴയിലേക്ക് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ചപ്പാത്ത് മീറ്റിംഗ് നടക്കണം, അവിടെ മീറ്റിംഗ് നടക്കണം, ഇവിടെ മീറ്റിംഗ്. നമ്മൾ ഒരുമിച്ച് നിൽക്കണ്ടേ? ഗാന്ധിജി, മഹാത്മാഗാന്ധിജി, ഫാദർ ഓഫ് ദ നേഷൻ എന്താണ് നമ്മളെ പഠിപ്പിച്ചത്? നമ്മൾ ഇഗ്നോർ ചെയ്യുക. ഇവിടുത്തെ വലിയൊരു ശീതള പാനീയത്തിൽ വിഷമുണ്ടെങ്കിൽ നമ്മളത് വേണ്ടെന്ന് വെച്ചാൽ അവൻ കമ്പനി പൂട്ടിപ്പോവും. അതേപോലെ ഇവിടെ LDFും UDFും BJPയും ഇനി 2020 ആവട്ടെ ആം ആദ്മി ആവട്ടെ ഏതെങ്കിലും പാർട്ടിക്കാർ, രാഷ്ട്രീയ നേതാക്കന്മാർ കള്ളത്തരവും അഴിമതിയും കൈക്കൂലിയും കക്കലും മോഷ്ടിക്കലും അക്രമവും ആണെങ്കിൽ നമുക്കവരെ ഒഴിവാക്കിക്കൂടെ? നമ്മൾ എത്ര കൊല്ലമായി UDFും LDFും എന്ന് പറഞ്ഞ മന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇപ്പോൾ ഒരു തുടർ ഭരണം കൊടുത്തു. LDFന് തുടർ ഭരണം കൊടുത്ത് അവരെന്ത് ഗുണ്ടായിസമാണ് കാണിക്കുന്നത്? അവരെന്ത് പോക്രിത്തരമാണ് കാണിക്കുന്നത്? പോലീസുകാരെ വരെ ഇവിടുത്തെ ഈ യുവാക്കളുടെ സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ പോലീസ് സ്റ്റേഷനിൽ പോയി വിരല് വെച്ച് നിങ്ങളെ കൊഞ്ഞണം കുത്തുകയല്ലേ? നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ? പോലീസ് ഒരിക്കലും രാഷ്ട്രീയവൽക്കരുത്. പോലീസ് ഓൾറെഡി യൂണിയനായി, ട്രേഡ് യൂണിയനായി. അതുകൊണ്ടാണ് പോലീസിന് പലപ്പോഴും നിരപരാധികളെ എടുത്തിട്ട് കൊല്ലാനും പേടിപ്പിക്കാനും കള്ളക്കേസെടുക്കാനും പറ്റും. പിന്നെ അതല്ലെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് 15 കൊല്ലം വേണം. ഇനി ഞാൻ വീണ്ടും വരുന്നത് കേരളത്തിലെ മലയാളികൾ, ഇന്ത്യയിലെ യുവാക്കൾ, വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിലാണ്. നമ്മുടെ നിയമവാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. വി ലോസ്റ്റ് റൂൾ ഓഫ് ലോ. ശ്രദ്ധിച്ചു കേൾക്കണം.
വളരെ വേദനയോടുകൂടി ചങ്ക് പൊട്ടിയാ പറയണം, വി ലോസ്റ്റ് റൂൾ ഓഫ് ലോ, നിയമവാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണെന്ന് പറയാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും രജിസ്ട്രാറും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ബെന്നി ജോസഫ് എന്ന ഈ പാവം കലൂരിൽ നിന്ന്, എറണാകുളം കലൂര് ഹൈക്കോടതിയുടെ സമീപത്താണ്. ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസോ രജിസ്ട്രാറോ ഏതെങ്കിലും ഒരു ജഡ്ജി, ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനോ ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് എനിക്ക് സംസാരിക്കാനുള്ള ഒരു അവകാശം തന്നാൽ, ഒരു സമയം തന്നാൽ. ഒരു 18 കൊല്ലമായി മജിസ്ട്രേറ്റ് കോടതിയിൽ ഞാനൊരു പോസ്റ്റർ ഒട്ടിച്ചൊരു കേസുണ്ട്. അതൊരു കള്ളക്കേസാണ്. എന്റെ വീടിന്റെ മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടുകാരെ ഇറങ്ങിപ്പോയപ്പോൾ അവർ ആ ദേഷ്യം കൊണ്ടു കൊടുത്താണ് ഒരു പോസ്റ്റർ ഒട്ടിച്ചു. അത് ഡിഫർമേഷനുള്ള പോസ്റ്റർ ഒന്നും അല്ലാട്ടോ, ഒരു പോസ്റ്റർ ഒട്ടിച്ചു എന്നുള്ള ഒരു കേസ്. ആ പോസ്റ്ററിന്റെ തെളിവ് പോലീസിന് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ CJMൽ താഴത്തെ നിലയിലുള്ള കോടതിയിൽ 3 ജഡ്ജിമാരും 3 കോടതിയും മാറി 2006 കേസ് ഇപ്പോൾ അറിയപ്പെടുന്നത് 595/2018 595/2018 എന്നാണ് അറിയുന്നത്. പക്ഷെ 2018 കേസല്ല, 2006 കേസാണ്. ഞാൻ മിക്കവാറും മാസങ്ങളിൽ ഈ കേസിൽ ജാമ്യം എടുത്തിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കും. ജഡ്ജി എന്നെ നോക്കി ചിരിക്കും, ഞാനും ചിരിക്കും. ഫയല് കാണുന്നില്ലെന്ന് പറയും. ഞാൻ ഏകദേശം 16-18 കൊല്ലമായി കോടതി കയറി ഇറങ്ങുന്നു. ഇന്നും കേസുണ്ടായിരുന്നു. ഇന്ന് ഈ 12 ഓഗസ്റ്റ് 2024 കേസുണ്ടായി. അത് 14/10 മാറ്റിവെച്ചു. എന്നോട് പറയുന്നത് ഫയല് കാണണമെന്നാണ്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എന്റെ വക്കീല് പറഞ്ഞു ഹൈക്കോടതി കൊണ്ടുപോയ ഇത് കോഷിയാന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, അതിനും ചെലവല്ലേ, അവിടെ നിൽക്കട്ടെ. ഒരു കോടതിയിൽ ഒരു നിസാര കേസ്, എന്നെ തൂക്കിക്കൊല്ലണതോ കഞ്ചാവോ വലിയ കള്ളക്കടത്തൊന്നല്ല, ഒരു പോസ്റ്റർ ഒട്ടിച്ച കേസാണ്. ഈ കേസിന് 18 കൊല്ലം ഞാൻ പോലീസ് സ്റ്റേഷനും കോടതിയും കയറി ഇറങ്ങുന്നു. ഒരു വാശിക്ക്, ഒരു ത്യാഗത്തിന്, നിയമ സംവിധാനത്തിനോടുള്ള സ്നേഹം കൊണ്ട്, നിയമവാഴ്ചയോടുള്ള ബഹുമാനം കൊണ്ട്. കോടതിയാണ് ഞങ്ങളുടെയൊക്കെ പാവങ്ങളുടെ ശരണം. അതുകൊണ്ട് ഞങ്ങൾ ഈ കേസിന് ഞാൻ ഇന്നും പോയി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ. എന്റെ അഡ്വക്കേറ്റ് പറഞ്ഞു ഹൈക്കോടതിയിൽ ഇത് കോഷിയാണ്. പക്ഷെ എന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനോടും രജിസ്ട്രാറിനോടും മജിസ്ട്രേറ്റോ ജില്ലാ കോടതിയോ അല്ലെ കോടതിയുടെ മന്ത്രിമാരോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, എന്റെ കേസ് ഒന്ന് അന്വേഷിച്ചിട്ട് പറയാമോ? എന്ത് ക്രൂരമായ നടപടിയാണ് ഒരു മനുഷ്യനോട് നിങ്ങൾ ചെയ്യുന്നത്? 18 കൊല്ലം. ഇനി ഈ സമയത്ത് ML ജോർജ് എന്ന ഒരു അഡ്വക്കേറ്റ് IRSന്റെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, ഇൻകം ടാക്സിന്റെ ഒരു ഉദ്യോഗസ്ഥനാണ്. പുള്ളി റിട്ടയർ ആയപ്പോൾ അഡ്വക്കേറ്റായി. അദ്ദേഹം ഹൈക്കോടതിയുടെ മുമ്പിൽ 3-4 പ്രാവശ്യം വന്നു. ഇന്നും അവിടെ ഒരു ധർണയിരുന്നു. ഇനി ഓഗസ്റ്റ് 15-നും ഹൈക്കോടതിയുടെ മുമ്പിൽ പുള്ളി എന്തോ ഭരണഘടന അനുസരിച്ച്, ജനാധിപത്യ മര്യാദ അനുസരിച്ച് എന്തോ സമരം ചെയ്യുന്നുണ്ട്. 4.5 ലക്ഷം കേസ് കെട്ടിക്കിടക്കുന്നു എന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കണം. 4.5 ലക്ഷം കേസുകൾ ഹൈക്കോടതിയിൽ കെട്ടിക്കിടക്കുന്നു. മജിസ്ട്രേറ്റ് കോടതിയിലെ കേസിന്റെ കണക്ക് അറിയാനും പാടില്ല. മിക്കവാറും വക്കീലുമാര് കേസ് ഇങ്ങനെ മാറ്റി വെച്ച് 15-20 കൊല്ലം കൊണ്ട്. വക്കീൽ വന്നാൽ ജഡ്ജി ഉണ്ടാവില്ല, ജഡ്ജി ഉണ്ടെങ്കിൽ ഗുമസ്തൻ ഉണ്ടാവില്ല. ഇതെല്ലാം ആണെങ്കിൽ മഴയായിരിക്കും, അല്ലെങ്കിൽ കോടതിയുടെ ബിൽഡിങ്ങിന് എന്തെങ്കിലും പണിയായിരിക്കും. ഏതൊരു നിസ്സാര കേസും ഒരു സാധാരണക്കാരന് ഇപ്പൊ കോടതി പോകാൻ പറ്റാണ്ടായി. കാരണം കോടതി പോയാൽ ഏത് ചെറിയ കേസിനും 5-15 കൊല്ലം. ഇനി റെറ എന്ന് പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി കൊണ്ടുവന്ന ഒരു ഇതാണ്, ഫ്ളാറ്റ് തട്ടിക്കാണ്ടിരിക്കാൻ വേണ്ടി. ഫ്ളാറ്റ് തട്ടി, ഞാൻ ഇന്ന് പല വിഷയത്തിലേക്ക് പോകുന്നു, സൗകര്യമുള്ളവർ കേട്ടാൽ മതി. നിയമവാഴ്ച നഷ്ടപ്പെട്ട വേദനയിലാണ് ഞാൻ ഇന്ന് പച്ചക്ക് പറയുന്നത്. ഇതെല്ലാവരിലും എത്തണം. ഇത് നാളെ നിങ്ങളും ഇതിലൊരു ആളാവും. ബെന്നി ജോസഫിന് 65 വയസ്സായി, ഒരാഗ്രഹവുമില്ല. സത്യം, ദൈവത്തിനാണ് സത്യം പറയുവാണ്, നാളെ നേരം വിളക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ലാത്ത ആളാണ്. പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട്. എന്റെയും നിങ്ങളുടെയും എല്ലാം മക്കൾ സമാധാനത്തോടുകൂടി, ശാന്തിയോടുകൂടി DYFനെയും SFIനെയും KSUവിനെയും BJPയെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും രാഷ്ട്രീയ സംഘടനകളെയും ചില ട്രേഡ് യൂണിയനുകളെയും ചില കള്ള പോലീസുകാരെയൊക്കെ ഭയപ്പെടാതെ ജനാധിപത്യത്തിൽ ഒരു രാജ്യസ്നേഹി, ഒരു രാജ്യത്തിന്റെ പൗരൻ എന്നുള്ള രീതിയിൽ, ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ തല ഉയർത്തി അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ആരെയും തെറി പറയാതെ ധിക്കാരപരമായ ചോദ്യങ്ങൾ, അഴിമതിക്കെതിരെ, കൈക്കൂലിക്കെതിരെ, അക്രമത്തിനെതിരെ ചോദ്യം ചെയ്തിരിക്കാൻ എല്ലാ യുവാക്കൾക്കും ആവണം. അവിടെ വലിപ്പ ചെറുപ്പമില്ല. എന്റെ ജോലിക്കാരനാവട്ടെ, എന്റെ മാനേജറാവട്ടെ, എന്റെ മക്കളാവട്ടെ, എന്റെ സഹപാഠികളാവട്ടെ, എന്റെ അയൽവാസികളാവട്ടെ, ജനാധിപത്യം നന്നാവണമെങ്കിൽ നല്ല നല്ല ചോദ്യങ്ങൾ ഉണ്ടാവണം. ഇപ്പോൾ മഹാസിനിമാ നടന്മാരൊക്കെ കൂടി എന്തോ പരിപാടി ഒപ്പിച്ച് ഇപ്പോൾ ഒരു കേസെടുത്തിട്ടുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു മഹാനടൻ
ഒരു യൂട്യൂബറിനെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ട്. ആ യൂട്യൂബർ തെറ്റായ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടിയെടുക്കണം. പക്ഷെ ഒരു ചോദ്യം, ഞങ്ങളും കുറച്ച് സിനിമയൊക്കെ എടുത്താണ്. ഒരു 10-23 സിനിമ ഞങ്ങളും എടുത്തതാണ്. 1-2 അല്ല, അത് സൂപ്പർ ഹിറ്റ് പടം. ഞങ്ങളുടെയൊക്കെ പടം പിടിക്കുമ്പോൾ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ 79-ൽ 2.5 രൂപ 3 രൂപയാണ് ഒരു സിനിമ കാണാൻ. 50 പൈസ തൊട്ട് സിനിമ കാണാം. അതായത് ഏറ്റവും ലോ ക്ലാസ്സിന് 50 പൈസ 1 രൂപ. അത് ബാൽക്കണി എത്തുമ്പോഴേക്കും 2.5 രൂപ 3.5 രൂപ 5 രൂപ. അത് അങ്ങനെ വന്ന് യോധയും പഞ്ചാബി ജോസഫ് വന്നപ്പോഴേക്കും അതൊരു 15 രൂപ ആയി ബാൽക്കണിക്ക്. ഇന്ന് നമ്മൾ ഒരു സിനിമ കാണണമെങ്കിൽ ഒരു 500 രൂപ തൊട്ട് 600 രൂപ ഇല്ലാണ്ട് സിനിമ കാണാൻ പറ്റില്ല. പക്ഷെ ചില തട്ടിപ്പുകൾ ഇവിടുത്തെ CBIയും EDയും ഇവിടുത്തെ ഇൻകം ടാക്സും ഇവിടുത്തെ എല്ലാ വിഭാഗവും ഒന്ന് അന്വേഷിക്കണം. ഇന്ന് ഒരു സിനിമ എടുക്കണമെങ്കിൽ 10-25 കോടി രൂപ ഇറക്കുന്നുണ്ട്, അല്ലെ 10 കോടി ഇറക്കുന്നുണ്ട്. ഇതിൽ ബ്ലാക്ക് മണിയുടെ കളവ് നടക്കണ്ടോ? സ്വർണ്ണ കള്ളക്കടത്ത് നടക്കണ്ടോ? ഒരു സിനിമാ നടൻ ഒരു പടത്തിന് 5 കോടി രൂപ മേടിച്ചാൽ, ഇതാണ് അടിവരയിട്ട് പറയുന്നത്, ഒരു സിനിമാ നടൻ 5 കോടിയോ 10 കോടിയോ 25 കോടിയോ മേടിച്ചാൽ അയാൾ ഇൻകം ടാക്സ് മര്യാദക്ക് അടക്കുന്നുണ്ടോ? 10-25 BMW ബെൻസും മേടിച്ച് 10-25 വില്ല മേടിച്ചിട്ട് വയനാടത്തെ ദുരന്തം വരുമ്പോൾ ഒരു 25 ലക്ഷമോ 1 കോടി കൊടുത്താൽ അതിന് അവർക്ക് ടാക്സിന്റെ എക്സംഷനും ഉണ്ട്. അതേ സ്ഥാനത്ത് ഒരു വിധവ, ഒരു ചായക്കടക്കാരൻ, ഒരു തട്ടുകടക്കാരൻ, ഒരു ഓട്ടോറിക്ഷക്കാരൻ, ഒരു അധ്യാപകൻ, ഒരു കർഷകൻ, ഒരു കൂലിപ്പണിക്കാരൻ, അവൻ 100 രൂപ 1000 രൂപ കൊടുത്താൽ അവന്റെ വേർപ്പിന്റെ അവന്റെ പണിയെടുത്ത കാശാണ് കൊടുക്കുന്നത്. പക്ഷെ മഹാസിനിമാ നടന്മാർ, വലിയ വലിയ വ്യവസായികൾ കോടികൾ കൊടുക്കുമ്പോൾ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കോടികൾ കൊടുക്കുമ്പോൾ ടാക്സ് എക്സംഷൻ ഉണ്ട്. അവർക്ക് ടാക്സിൽ എഴുതി കളയാം അത് എത്ര ശതമാനമാണെന്നൊക്കെ ചാർട്ടേഡ് അക്കൗണ്ട് പറയട്ടെ. അപ്പോൾ മഹാസിനിമാ നടന്മാർ, നമ്മളൊക്കെ ഒരു ഫോട്ടോ എടുക്കാനും ഒരു ഓട്ടോഗ്രാഫിനും ഒന്ന് കെട്ടിപ്പിടിക്കുവാനും അവരുടെ സിനിമ കണ്ട് അവരുടെ മോഹവലയത്തിൽ എത്തിയ നിരവധി സിനിമാ നടന്മാരോട് എന്റെ ഒരു ചോദ്യം, നിങ്ങൾ കൃത്യമായി ഇൻകം ടാക്സ് അടക്കുന്നുണ്ടോ? വെല്ലുവിളിക്കുന്നു. ഈ വെല്ലുവിളി ഏറ്റിട്ട് ഈ സിനിമാ നടന്മാർക്ക് എനിക്കെതിരെ ഒരു കേസ് കൊടുക്കാമോ? കൃത്യമായിട്ടാണോ നിങ്ങൾ ടാക്സ് അടക്കുന്നത്? ഓരോ സിനിമാ തിയേറ്ററിലും ഇന്ന് സിനിമ തുടങ്ങുമ്പോൾ ആ തിയേറ്ററിൽ ആരും ഇല്ലെങ്കിലും ഓൺലൈൻ ടിക്കറ്റുകൾ വിറ്റിരിക്കുന്നു. ഒരു പുതിയ പടം ഇറങ്ങുമ്പോൾ, ഞങ്ങളുടെയൊക്കെ കാലത്ത് പുതിയ പടം ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ സ്വന്തക്കാരോ കൂട്ടുകാരോ ടിക്കറ്റ് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും, മോനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ടിക്കറ്റ് തരാം, ആദ്യത്തെ 2 ആഴ്ച നിറച്ചു ആൾക്കാർ കയറുന്ന പടങ്ങളാണ്, അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ 1 ആഴ്ച 2 ആഴ്ച ഫ്രീ ടിക്കറ്റ് തരില്ല. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് ED അന്വേഷിക്കണം, CBI അന്വേഷിക്കണം, ക്രൈം ബ്രാഞ്ചും വിജിലൻസും ഇൻകം ടാക്സും അന്വേഷിക്കണം. ഇന്നൊരു പുതിയ സിനിമ എടുത്താൽ സിനിമാ തിയേറ്ററിൽ ആളില്ല, ഫ്രീ ടിക്കറ്റ് കൊടുക്കും. ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ, സ്വർണ്ണ കള്ളക്കടത്തും മയക്കുമരുന്നും MDAയും കഞ്ചാവും വലിയ പാലം പണിയുമ്പോഴും റോഡ് പണിയുമ്പോഴും ഒക്കെ വെട്ടിച്ചും തട്ടിച്ചും ഉണ്ടാക്കുന്ന കോടികൾ വൈറ്റാക്കാൻ വേണ്ടി സിനിമ ഇൻഡസ്ട്രി ഉപയോഗിക്കുന്നു എന്നൊരു ആരോപണം ഞാൻ പറയുകയാണ്. ഒന്ന് അന്വേഷിക്കാമോ? എന്തുകൊണ്ടാണ് സിനിമ റിലീസായ ആദ്യത്തെ 3 ദിവസം വാരിക്കോരി ടിക്കറ്റ് കൊടുക്കുന്നു? എന്റെ മുമ്പിൽ ഒരു പഹയൻ നിപ്പുണ്ട്, ആകാശ് എന്ന പേര്. ആകാശിന് മിക്കവാറും പുതിയ സിനിമ ഇറങ്ങുമ്പോൾ 4 ടിക്കറ്റ് 5 ടിക്കറ്റ് അയച്ചു കൊടുക്കണം, വന്ന് കാണാനാ പറയണം. കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും കയറിയാൽ മതി. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പാവം കുട്ടികളെ കുട്ടിക്കുരങ്ങാക്കിക്കൊണ്ട് തട്ടിപ്പും വെട്ടിപ്പും ഇവിടെ ചെയ്യുന്നവർ മിടുക്കന്മാർ, അവർക്ക് പത്മശ്രീ കിട്ടുന്നു, അവരെ പത്രങ്ങൾ വാഴ്ത്തുന്നത് ഉന്നതനും പ്രമുഖനുമായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് മാറാം. ഈ പറയുന്ന ബെന്നി ജോസഫും ഒരു പുണ്യാളനൊന്നുമല്ല. മൊത്തത്തിൽ പ്രധാനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട കോടതിയോടും ബഹുമാനപ്പെട്ട ഭരണാധികാരികളോടും പുരോഹിതന്മാരോടും സിനിമാ നടന്മാരോടും റിയൽ എസ്റ്റേറ്റ് ഫ്ലാറ്റ് തട്ടിപ്പിന്റെ എല്ലാത്തിനോടും ഞാൻ പറയുകയാണ്, നമുക്കൊന്ന് മാറി ചിന്തിക്കാം. ഇനിയും നാട്ടുകാരെ പറ്റിച്ച് പാവങ്ങളെയും അയൽവാസികളെയും പറ്റിക്കുന്ന ഒരു വിദ്യാഭ്യാസം, 10ാം ക്ലാസ് കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ പേരെഴുതാൻ പറ്റുള്ള, പഞ്ചായത്തിന്റെ പേരെഴുതാൻ പറ്റുള്ള, അച്ഛന്റെ പേരെഴുതാൻ പറ്റുള്ള, ഇതൊക്കെ ഒന്ന് മാറിപ്പിടിച്ച് നമുക്ക് നിയമവാഴ്ച തിരിച്ചു കൊണ്ടുവരണം. ഒരു കാര്യവും കൂടി പറഞ്ഞിട്ട് ഞാൻ എന്റെ ഈ നീണ്ട സംസാരം നിർത്തുകയാണ്. പക്ഷെ അനുഭവമാണ് പറഞ്ഞത്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതും കൂടി ഒന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, റവന്യൂ മിനിസ്റ്റർ, കേരളത്തിന്റെ റവന്യൂ മിനിസ്റ്റർ, കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ഒന്ന് കേൾക്കണം. എറണാകുളം കൊച്ചിൻ കോർപ്പറേഷനിൽ എന്റെ സുഹൃത്തായ മേയർ അഡ്വക്കേറ്റ് അനിൽകുമാറിന് ഞാൻ നേരിട്ട് ഗാലക്സി ബിൽഡേഴ്സ് എന്നുള്ള 14 നില ബിൽഡിംഗ് കടവന്ത്രയിൽ, എളംകുളത്തിനപ്പുറത്ത് കടവന്ത്രയിൽ 14 നില ഗാലക്സി ബിൽഡറിന്റെ പണി തീരുന്നതിന് മുമ്പ്, പൂർത്തീകരിക്കുന്നതിന് മുമ്പ് എന്തോ ഇടപാടൊക്കെ നടത്തി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ്
ഞങ്ങൾ ററ എന്ന കോടതിയിൽ അപ്പലറ്റ് അതോറിറ്റിയിൽ പോയി ജസ്റ്റിസ് ഉബൈദ് സാറിനെ ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിയെ കോടതി വിളിച്ചു വരുത്തി. എറണാകുളം കച്ചേരിപ്പടിക്കയിലുള്ള ററ അപ്പലറ്റ് അതോറിറ്റിയിൽ കൊച്ചിൻ കോർപ്പറേഷന്റെ ഒരു സ്ത്രീയാണ്. ആ മാഡത്തിനെ വിളിച്ചു വരുത്തി കോടതി ശാസിച്ചു. ഒരു പണി തീരാത്ത കെട്ടിടത്തിന് നിങ്ങൾ എങ്ങനെ പൂർത്തീകരിച്ച ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് ചോദിച്ചു. അവിടെ നിന്ന് വിശർത്തു, മാപ്പ് പറഞ്ഞു. കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറി മാപ്പ് പറഞ്ഞു, കോടതി ക്ഷമിച്ചു. ആ കൊച്ചിൻ കോർപ്പറേഷൻ ഈ ഒക്യുപ്പൻസി കൊടുത്ത സർട്ടിഫിക്കറ്റ് തിരിച്ചു മേടിച്ചിട്ടുണ്ട്. ഇതും ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കും ചീഫ് സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും റവന്യൂ മിനിസ്റ്ററും മേയറിന് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. വിജിലൻസിലും കൊടുത്തിട്ടുണ്ട്. ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. വിജിലൻസിലും ഈ പരാതി കൊടുത്തിട്ടുണ്ട്. എറണാകുളം വിജിലൻസ്, ഇവിടെ കലൂര് കത്രക്കടവിലുള്ള വിജിലൻസിലും കൊണ്ടേ കൊടുത്തു. കൊച്ചിൻ കോർപ്പറേഷനിൽ ഒരു പണി തീരാത്ത 14 നില ബിൽഡിംഗിന്റെ ഡെപ്പോസിറ്റ് പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി, ററയിൽ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കസ്റ്റമറെ പറ്റിച്ചുകൊണ്ട് വിൽക്കാൻ വേണ്ടി ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കി അത് തിരിച്ചു പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഇന്നത്തേക്ക് 6 മാസം 7 മാസം ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. നിയമവാഴ്ചയിൽ എനിക്ക് ബലമായ സംശയമുണ്ട്. എനിക്ക് നിയമവ്യവസ്ഥയിൽ ഇപ്പോൾ ഭയമുണ്ട്. നിയമവ്യവസ്ഥയെ ആശ്രയം ചെയ്യാനും പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജിയും രജിസ്ട്രാറും ചീഫ് ജസ്റ്റിസും ജില്ലാ കളക്ടറും എന്റെ സുഹൃത്തായ മേയർ അനിൽകുമാറും എന്റെ കേരളത്തിന്റെ പ്രിയങ്കരനായ പിണറായി വിജയനും മറ്റു മന്ത്രിമാരും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എന്റെ കൂട്ടുകാരനാണ്, ഫാമിലി ഫ്രണ്ടാണ്. ഞങ്ങളൊക്കെ ഏകദേശം ഒരു പ്രായമുണ്ട്. അല്ലെങ്കിൽ 2 വയസ്സിന് വല്ല വ്യത്യാസമുണ്ട്. എനിക്ക് 65ആയി, പുള്ളിക്ക് ചിലപ്പോൾ 67 വല്ലതും ആയിട്ടുണ്ടാവും. എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ്, നിയമവാഴ്ച തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ഇനി ഇതൊരു ശ്രീലങ്കയാവാനോ ബംഗ്ലാദേശ് ആവാനോ സാധ്യതയുണ്ടെന്ന് ഞാൻ ഭയപ്പെടുന്നു. സമസ്ത മേഖലയിലും അഴിമതിയും നികുതി വെട്ടിപ്പും കൊള്ളയും കൈക്കൂലിയും, അത് ഞാൻ ഓരോന്നായിട്ട് തെളിയിക്കാം. സിനിമ ഇൻഡസ്ട്രിയെ വെറുതെ വിടരുത്. ഇനി MDMA കഞ്ചാവ് വിൽക്കണവനെ വെറുതെ വിടരുത്. റിയൽ എസ്റ്റേറ്റ് ഫ്ളാറ്റ് തട്ടിപ്പുകാരെ വെറുതെ വിടരുത്. ക്രിപ്റ്റോ കറൻസി മറ്റ് സൈബർ ക്രൈമുകളെ ചെയ്യണവരെ വെറുതെ വിടരുത്. നിയമം കുറച്ചും കൂടി കർശനമാക്കണം. രാത്രി കക്കുന്ന കള്ളന്മാരെ നമുക്ക് തുറന്നുവിടാം. പട്ടാപ്പകല് രാഷ്ട്രീയത്തിന്റെയും പോലീസിന്റെയും ഭരണത്തിന്റെയൊക്കെ ഒത്താശയോടുകൂടി പകൽ കക്കുന്ന കള്ളന്മാരെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ കരയുമ്പോൾ ഉപ്പിന്റെ കണ്ണീരല്ല വരാൻ പോകുന്നത്. നിങ്ങൾ കരയുമ്പോൾ, നമ്മുടെ മക്കൾ കരയുമ്പോൾ കണ്ണിൽ നിന്ന് ചോര ഒലിക്കും. അതുകൊണ്ട് നിയമവാഴ്ച തിരിച്ചു കൊണ്ടുവരാൻ വേണ്ട, കുറച്ചും കൂടി സത്യവും നീതിയും ധർമ്മവും ഇവിടെ കൊണ്ടുവരുവാൻ, ശവത്തിൽ പോലും കമ്മീഷൻ അടിക്കുന്ന, ദുരന്തത്തിൽ കൈയിട്ട് വാരുന്ന, ഒരു ദുരന്തം വന്ന ആൾക്കാർ ചാവുമ്പോൾ അതിൽ പോലും കളവും മോഷണവും അഴിമതിയും നടക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തിട്ടാണ് പച്ചക്ക് പറയുന്നത്. കഴിയുന്നതും ഇത് എല്ലാവരിലും എത്തണം. കേരളം നന്നാവണം, ഭാരതം നന്നാവണം, നമ്മുടെ മക്കൾക്ക് നീതിപൂർവം ഇവിടെ ജീവിക്കാനാവണം എന്നുള്ള ഒറ്റ ആശ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ജയ് ഹിന്ദ്, ജയ് ഭാരത്.